ओ सजनी रे कैसे कटे दिन रात कैसे मिले तेरा साथ तेरी याद सतावे रे Hello everyone, hope you all are doing good and great. Welcome back to my YouTube channel. ഇന്ന് എൻ്റെ 22nd ബർത്ത്ഡേൻ്റെ വ്ളോഗാണ്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് റൂം ഡെക്കോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ ഒരു ആവേശകുമാറായിട്ട് ഈ ഒരു സാധനം വെറുതെ തൂക്കിയിട്ടതാണ്. രാത്രി കിടക്കുമ്പോൾ അതിങ്ങനെ കാലിലും മേലൊക്കെ തട്ടുക ഒരടങ്ങേറായിരുന്നു അത്. പിന്നെ ബലൂൺസൊക്കെ പിന്നെ ഇന്നലെ തന്നെ ഷാഹിന് കുറേ വീർപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാദിയും ഒക്കെ ആയിട്ട് ഫുള്ള് വീർപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ നേരെ പോയി നോക്കുന്നത് ബലൂണാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ ഷാഹിനോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും വീർപ്പിക്കാണ്ടെങ്കിൽ വീർപ്പിച്ച് വെക്ക്, എന്നിട്ട് ഒട്ടിച്ചോണ്ടാന്ന് പറയാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, എൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യണമെങ്കിലും അത് ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഇപ്പം എനിക്കൊരു കൂടെ ഒരാളെ കിട്ടിയപ്പോൾ ത്രില്ലായി. പണിയൊന്നും ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ താഴെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് മേലേക്ക് തന്നെ പോയി. പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തീർന്നാൽ ആ പണി അങ്ങോട്ട് കഴിയുമല്ലോ. ഹാദിക്ക് ആക്ച്വലി അത് ക്ലാസ് ഉണ്ടായിരുന്നു. മൺഡേ ആയിരുന്നല്ലോ എൻ്റെ ബർത്ത്ഡേ. ജൂൺ 15 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഹാദിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഷാഹിനാണ് അവിടെ കയറി ഒട്ടിക്കണത്. അപ്പം ജസ്റ്റ് ആ ഒരു ബലൂൺമേൽ കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സപ്പോനെ ഒരു ഹെൽപ്പിനായിട്ട് വിളിച്ച്. അപ്പം ഞങ്ങൾ വിചാരിക്കും, എന്താ അനക്ക് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എല്ലാം ഒറ്റയ്ക്ക് ഞാനല്ലേ ചെയ്യില്ല, ഇപ്രാവശ്യം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആൻഡ് ഷാഹിനും ഇങ്ങനെയൊക്കെ ഡെക്കോറൊക്കെ ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. സോ ഓനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്തോട്ടെ. ബലൂൺസൊക്കെ തലേ ദിവസമൊക്കെയാണ് പോയി മേടിച്ചത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ച സാധനങ്ങളും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയത് വെച്ചിട്ട് വാങ്ങി പോകുന്നതാണ്. എനിക്ക് ആ മറ്റേ സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ട്രാൻസ്പാരൻറ്റ് ബലൂണിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളെല്ലാം. പിന്നെ ഇതാണ് കേട്ടോ ഇങ്ങനെ സെറ്റാക്കി ഏറെക്കുറെ ആക്കി വന്നപ്പോൾ ഇതാണ്. ഈ ബലൂൺസൊക്കെ 2-3 പ്രാവശ്യം ഒട്ടിച്ചത് പിന്നെയും വീണ് പോകും. നമ്മൾ ഡബിൾ പ്ലാസ്റ്റർ മേലാണല്ലോ ഒട്ടിച്ച് വെക്കുക. അത് പിന്നെയും വീണ് പോവാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു പിങ്ക് ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. കാരണം അതിനെ ഇപ്രാവശ്യം എന്നെ ഫുള്ള് സെറ്റപ്പ് ആക്കിയത് ഷാഹിൻ തന്നെയാണ്. ആദ്യമായിട്ട് അത്ര. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഒക്കെ ചെയ്തു. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് ആ ഒരു പിൻട്രസ്റ്റ് സാധനം വന്നിക്കണം ആ കേൾക്കുമ്പോൾ. നമ്മൾ 3 ക്യാൻഡിലാണ് കത്തിച്ചത്. എനിക്ക് പിന്നെ ഇതൊക്കെ കത്തിക്കാൻ പേടിയായതുകൊണ്ട് ഷാഹിന് അപ്പുറത്തുനിന്ന് കത്തിച്ചെന്നു. നമ്മൾ വിഷൊക്കെ ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മളൊരു ഹോൾ സെറ്റപ്പ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ ജസ്റ്റ് ബെഡിലിരുന്ന് കേക്ക് മുറിക്കാൻ കുറച്ച് പിക്ചേഴ്സ് എടുക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ ബെഡിൽ അങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര പണിയായിരുന്നു. ആൻഡ് അപ്പുറത്തൊക്കെ കാണാൻ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ. അങ്ങനെ ഞാനൊരു വിഷൊക്കെ ചെയ്ത് കേക്ക് കാൻഡിൽസ് ബ്ലൂ ചെയ്യാൻ നിൽക്കുകയാണ്. കുറേ പൈസ വേണം. പൈസക്കാരിയാവണേ. പിന്നെ കേക്ക് കട്ട് ചെയ്ത് ഫോട്ടോസ് എടുക്കുക. ഇത് നമ്മൾ മെയിൻ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സംഭവം മാത്രമാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ. അല്ലാണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻസോ പരിപാടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻലി ഹാദിക്കും എല്ലാവർക്കും ക്ലാസ്സും ഉണ്ട്. പിന്നെ ഉമ്മച്ചിക്കാണെങ്കിലൊക്കെ അവിടേക്ക് പോകാനൊക്കെ ഉണ്ടായിട്ട് ഓരോന്നും വീട്ടിലുണ്ടായിരുന്നതുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ടേസ്റ്റൊക്കെ നോക്കി. നല്ല ടേസ്റ്റിലൊരു കേക്ക് ആയിരുന്നു. എന്ത് ഫ്ലേവർ ആയിരുന്നു. ലൈക്ക് അതിൻ്റെ അകത്ത് മറ്റേ നമ്മളെ ഷെറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഓൺലൈനായി കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു എല്ലാവരും. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു എന്ന് പറയാൻ പറഞ്ഞു. എന്നെ ഏൽപ്പിച്ചേക്കാണ് താങ്ക് യു പറയാൻ. വൃത്തിയാക്കാണ്ട് ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഗിഫ്റ്റ് അൺബോക്സിങ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റിന് വേണ്ടി വേറെ വീഡിയോ ഇട്ടിരിക്കുന്നു. ബിക്കോസ് മൈ ബർത്ത്ഡേ വ്ളോഗ് വാസ് സോളോ. ഇത് ബർത്ത്ഡേ വ്ളോഗ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് ഒരു എത്ര റോസ് ഉണ്ടാവും ഇതില്? Too much റോസ് ബൈ മച്ചി. 60 ഉണ്ടാവും. അത്യാവശ്യം നല്ലോണം ഫിൽ ചെയ്ത് വെച്ചു. പക്ഷെ നല്ല ഭംഗി, നല്ല വെയിറ്റും ഉണ്ട്. കുറച്ചുപേരൊക്കെ ആളായി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മറ്റേ സാധനം എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ബാഹുബലി ഒരു ക്ഷീണിച്ചു. ഇനി ഗൈസ് നമുക്ക് ഷൈൻഷാന്റെ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഷൈൻഷാന്റെ ഗിഫ്റ്റ് കുറെ ഉണ്ട് എന്നൊക്കെ, കുറെ പൂവുണ്ട് എന്നൊക്കെ. ഫസ്റ്റ് വൺ ഇത്. ഗൈസ് എന്നെ സർപ്രൈസ് ആക്കിയിട്ട് ഞാൻ കുറെ കാലം ആൽഡോ എന്നിങ്ങനെ സ്വലാത്തില്ല.
അങ്ങനെ എനിക്ക് എന്റെ പുതിയാപ്പിള എനിക്ക് എന്റെ ഫസ്റ്റ് ആൽഡോ ബാഗ് വാങ്ങി തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലേ. ഇതിന്റെ കൂടി സ്ട്രാപ്പ് ഉണ്ട്. വൈറ്റ് ബാഗാണ്, നമ്മൾ ചളിയാക്കരുത്. ആരെങ്കിലും എനിക്ക് വൈറ്റ് ഒക്കെ വാങ്ങിത്തരുമോ? പറഞ്ഞോട് മറ്റേ വൃത്തി നോക്കിക്കഴിഞ്ഞാൽ എസ്തെറ്റിക് കിട്ടൂലെന്ന്. ഞാൻ അങ്ങനെയൊക്കെ പലതും പറയും. ഇതാ നമ്മളെ ബാഗ്. 2x ഇട്ട് കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ സംഭവം എനിക്കാണല്ലേ ചെറുത്, എനക്ക് വലിപ്പുണ്ട്. തെലങ്ങണ മിസ്റ്റ്, നല്ല സ്മെല്ലുണ്ട്. We have another box from Shainisha. ഈ ബോക്സിന്റെ അത് സംഭവിക്കുക എന്താണെന്ന് അറിയില്ല. ഇത് പിന്നെ തുറന്നു വെച്ചോണ്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ പിന്നെയാണ് കണ്ടത്. I have another Puma. Yes. ഇത് ഭയങ്കര സർപ്രൈസ്. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റേത് ഷൈനിഷന്റെ വാങ്ങി തന്നു, എനിക്ക് വേറെ കളറും വാങ്ങി തന്നു. ബ്ലാക്കും പിങ്കും. ഇത് നല്ല രസല്ലേ. ഇത് ഞാൻ പറഞ്ഞില്ല ഈ സാധനം ഞാൻ കൊറേ നോക്കി ഉള്ളത്. ഇട്ടിട്ട് ഞാൻ നാളെ വീഡിയോ എടുക്കാം അല്ലേ. ഇത് പിന്നെ ഉമ്മന്റെ വക കാണുന്നുണ്ടോ? കാണിച്ചു തരാം. കെട്ടിവെച്ചതൊക്കെ നമ്മുടെ ഇവന്റ് മാനേജറാണ്. ഇന്ന് ഓൾ ഇൻ ആൾ ഡ്യൂട്ടി ഷൈനിഷാക്കിയിരുന്നു. കാണില്ല പിങ്ക് ചെരുപ്പ് ഒക്കെ പിങ്കാണ്. പിങ്ക് വിട്ടിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. Then we have this one. എന്താണെന്ന് അറിയാത്തൊരു ബോക്സ്. എന്താന്നറിയില്ല പക്ഷെ അറിയാം. ഏത് പെർഫ്യൂമാന്ന് എനിക്ക് അറിയില്ല. This is from Shefika and Anshuka. Sorry. അൻഷു അല്ല, അർഷു. രണ്ടാൾക്കാരാണ്. ചങ്ങായി വിളിച്ചോണ്ട് മാറുന്ന ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് സ്മെല്ലുണ്ടോ? സ്മെല്ലില്ലേ? സ്മെല്ലില്ലാത്ത പെർഫ്യൂമാ. ഐ മീൻ ഇഫ് ദ സ്മെൽ ഈസ് ഗുഡ് ഓർ നോട്ട്. ഗുഡ് ഓർ നോട്ട് അല്ല, ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടൂലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും. Who selected this? അത് വേണ്ട. ക്യാമറാമാൻ സെലക്ട് ചെയ്തതാണ്. സോ കാരണം ബാക്കി രണ്ടുപേരും ഇവിടെ ഇല്ല. വാവ്, പക്ഷെ ഇത് ഓനെ കണ്ടെടുത്ത മാതിരി എനിക്ക് തോന്നായില്ല. ഇതെന്തിനാ കോല്? അത് എനിക്കറിയില്ല കേട്ടോ. കോലിട്ട് കുത്താൻ ഏതോ ഒരു കഴിയണം. കൊള്ളാം. ഒരു ഫ്രഷ് സ്മെല്ല്. നല്ലോണം ഫ്ലോറൽ ഇല്ല പക്ഷെ അപ്പൊ ഫൈനലി ഷൈൻഷാക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം മനസ്സിലായിരിക്കുന്നു ഗൈസ്. ഇത്രയും വർഷത്തിന് ശേഷം ഇതുവരെ എനിക്ക് അറിയില്ല എനിക്ക് ഏത് സ്മെല്ലാണ് ഇഷ്ടം. കൊള്ളാം. പെർഫ്യൂം കണ്ടുപിടിക്കുന്നതിലാണ് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക്. വേറെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു പെർഫ്യൂം കൂടെ ഉണ്ട്. ആക്ച്വലി വി ഹാവ്. യെസ്, അതാണ് മെയിൻ സാധനം. അത് ഞാൻ കൊണ്ടുപോകും. ഇത് ആക്ച്വലി അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഇട്ടില്ലേ, അത് ഞാൻ ആഡ് ചെയ്യാട്ടോ. ഇത് എന്നിട്ട് ഞാൻ രണ്ടാമത് എസ്തെറ്റിക്കൽ മർജാൻ വേണ്ടിട്ട് ചെയ്താണ് ഗൈസ്. അത് ഞാൻ ചാമ്പും. ആർക്കും തരില്ല ഇതിന്റെ സ്മെല്ല്. സോ ഗുഡ്. ഞാനത് ഇത് അടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞത് അൽത്തു തന്നതാണ്. I don't know why. പക്ഷേ അൽത്തു മീൻസ് അൽതാഫ്. നമ്മൾ ഇന്ന് രാത്രി ലോക്കറിലിട്ട് പൂട്ടാൻ പോവാണ്. അല്ല ചിലപ്പോ കാണാണ്ടാവും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും എനിക്ക് മറ്റും പറ്റിയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മളെ ഗിഫ്റ്റ്. ബാക്കി ഒരു ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പിന്നെ ആഡ് ചെയ്യാം. അതെ, ബൈ.
ഇനി തലേ ദിവസം നമുക്ക് കുറച്ച് കലാപരിപാടി ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനൊക്കെ. ലൈക്ക് ഞാനെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഏർലി മോർണിംഗ് ആണ് കുറച്ച് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സ് എടുക്കാനാണ് പോണത്. ഞാനും ഷൈനൊരു സ്ഥലം വരെ പോയി വന്നിട്ടായിരുന്നു. ഉമ്മച്ചി പറഞ്ഞു എന്തായാലും ഈ ഫോട്ടോസ് എടുക്കാമെന്ന്. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാറിൽ ഇരുന്നിട്ടുള്ള ഫോട്ടോസ്. ഉമ്മച്ചി നിർബന്ധിച്ചിട്ടാണ് നമ്മൾ പോണത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെയിൻലി ഒന്നിനും വയ്യ. പല്ലുവേദന, പനി, അങ്ങനെ കുറേ പ്രശ്നമായിട്ട് ഒന്നിനും വയ്യ കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വയറുവേദന വന്നു ഗ്യാസിൻ്റെ. അതിൽ ഞാൻ അങ്ങോട്ട് ആകെ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഷൈന് പിന്നെ വേറെ എവിടെക്കോ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആദ്യം ഉമ്മച്ചിയും പിന്നെ ആസപ്പും കൂടാണ് പോണത് കേട്ടോ ഈ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ. നമുക്ക് കേക്ക് കിട്ടാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ലൈറ്റ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കേക്കിനായിട്ട് നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തരുത്. എന്നാലും നമ്മൾ കേക്ക് ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിൽ നല്ല രസമുള്ള കേക്ക് ഫോട്ടോസ് അയക്കുന്നൊക്കെ പറയുമ്പോൾ കുറേ പെരിയൊരു കേക്കിൻ്റെയും എൻ്റെ മറ്റേ ബർത്ത്ഡേ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളെ കേക്ക്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഫസ്റ്റ് നമ്മളെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഫോട്ടോസ് അയച്ചെടുത്തപ്പോൾ ഒരു പറഞ്ഞു ട്രൈ ചെയ്യാം, ലൈക്ക് പെർഫെക്റ്റ് ആവില്ല, സിമിലർ വണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ചെയ്തത് കഫേ കേക്ക് സോൺ, കടപ്പടി കഫേ കേക്ക് സോൺ ഉണ്ട് കേട്ടോ ആ ഒരു ഷോപ്പ്. അതിൻ്റെ കേക്കൊക്കെ ഒരാൾ ചെയ്തത്. ഇത് അവരാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ കയ്യിലുള്ളൊരു പിങ്ക് ഡ്രസ്സാണ് ഇട്ടത്. ഞാൻ എത്ര പിങ്ക് വേണ്ട, ഈ ബർത്ത്ഡേക്ക് പിങ്ക് വേണ്ടെന്ന് വിചാരിക്കുമ്പോഴും ഞാൻ അവസാനം ലൈക്ക് ഹോൾ തിങ് പിങ്ക് തീമിക്കാണ് എത്തുക. കണ്ട കേക്ക് വരെ പിങ്ക്കാണ് ഞാൻ അവസാനം എത്തുക. അങ്ങനെ നമ്മൾ അവിടെ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഉമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ ഈ ഒരു ഷൂട്ടിൻ്റെ ഐഡിയ കണ്ടുപിടിച്ച ആൾ. മീൻസ് റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണതാണ്. ഇനി ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ബാക്കി കലാപരിപാടികളാണ്. ഇന്ന് ആയിഷാന്റെ ബർത്ത്ഡേ ചെലവ് ഫുൾ ചെലവ്. ആയിഷ ഒരു പാസ്തി ഒരു മിന്റ് ലൈമും ഫുൾ ഡേ എവിടൊക്കെ പോവാ? സൈറസൊക്കെ പോവാ. സൈറസ് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ ഞങ്ങൾ ഹെമോക്കിൽ തന്നെ എത്തി. അവിടെ പക്ഷേ ഇങ്ങനെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് പാമ്പും കൊണ്ടെടുത്തിട്ട് കളിക്കാനിരുന്നു. എത്ര ആയിട്ടും ഒന്നും കിട്ടിയിട്ട് കയറുന്നില്ല. പക്ഷേ ഷായിന് അപ്പോത്തിന് കയറി ഇത് എത്ര എത്തിയിട്ടുണ്ട്. ഞാൻ അപ്പോഴും കയറിയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്കൊന്ന് കിട്ടി ഞാനൊന്ന് കയറിയത്. അപ്പോത്തിനും കോണിയൊക്കെ കയറിയത് ആ മഞ്ഞതാ മേലെ ഇരിക്കുന്നു. പക്ഷെ ഭാഗ്യത്തിനാണ് പാമ്പ് നിന്ന്. ഇല്ല ചേടാ, വീഡിയോ എണ്ണീന് ശേഷം എടുത്താൽ മതി. ഏറ്റവും വലിയ പാമ്പിനെ വിഴുങ്ങും ചെയ്തു. എന്ത് പറയാനുള്ളത്? 3 കിട്ടി ഗായ്സ്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടോ? ബാഗ് ഇഷ്ടപ്പെട്ടോ? 10 ഔട്ട് ഓഫ് 10. പക്ഷെ പ്രശ്നം എന്താ? എന്താണ്? ആൽഡോന്റെ ബാഗിനൊക്കെ ഉള്ള കുഴപ്പമാണ്. ഇഫ് യു ആർ വെയറിംഗ് ബ്ലാക്ക് ആൻഡ് ഇത് ഇവിടെ തട്ടിയാൽ ബ്ലാക്ക് കളർ ആവും. അങ്ങനെ ഉണ്ടോ? എവിടെ? ഓ ഞാൻ നോക്കി എന്താന്ന്. പിന്നെ ഞാൻ എന്റെ സ്കേർട്ട് നോക്കി. പിന്നെ സ്കേർട്ട് റെഡ് കളർ അല്ലായിരുന്നു. ഗിഫ്റ്റ് ആണ്. ഇഷ്ടമുള്ള മേടിച്ചോന്ന് പറഞ്ഞു തന്നതാണ്. ഹാദിന്റെ ലോട്ട് ഓഫ് മണി ഗൈസ്. നാളെ എറണാകുളം ഷോപ്പിംഗ്. യെസ് ഓഫ് കോഴ്സ്. അല്ല, ഇന്ന് എറണാകുളം പോവുകയാണ്. നാളെ അതിനെവിടെ സമയം ഉണ്ടാവും? നാളെ ട്രിപ്പ് കൊണ്ടേ. നല്ല മോന്ത ചിരിച്ച പല്ലാണിച്ച കാണിക്കേ. പല്ല് കാണില്ല. 5X ഇട്ടിട്ടും കൂടി കാണില്ല. എന്താണ് പറയാനുള്ളത്? ഫുള്ള് ഞാൻ തന്നെ തിന്നൊക്കെ. എന്നാന്നൊക്കെ എന്ത് എന്നും പാസ്റ്റ്. നിന്റെ റെസിപ്പി ചോദിക്കണേ നമുക്ക്.
എൻ്റെ കംഫർട്ടായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ പാസ്ത. അതാണ് എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. ചോറ് കൊടുത്തപ്പോൾ എന്തേനുമേ ഓളെ എക്സ്പ്രഷൻ. ഇപ്പോൾ ഓളെ എക്സ്പ്രഷൻ നോക്കണേ. ചോറ് പറ്റൂല കുട്ടിക്ക്, ഇങ്ങനത്തെ പറ്റുള്ളൂ. വാരി വാരി തിന്നുണ്ടേതാ ഒരു ഒഴിവെടുക്ക്, ചവക്കാനുള്ള ഒഴിവെങ്കിലും. പിന്നെ നമ്മളൊരു മൊമോസ് ഇരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൊമോസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ക്ലബ് സാൻഡ്വിച്ച് പറഞ്ഞു. പക്ഷെ ക്ലബ് സാൻഡ്വിച്ച് വരാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തു. അപ്പോൾ തന്നെ പാസ്ത ഈ കഫേയിലെ കപ്പപ്പ സാധനം കിട്ടിയാൽ പെട്ടെന്ന് കൊണ്ട് തിന്നാൻ പറ്റുള്ളൂ. പിന്നെ ടൈം എടുത്താൽ പിന്നെ ഞങ്ങൾക്ക് വിശപ്പ് അങ്ങോട്ട് പോകും. അങ്ങനെ കുറച്ച് തിന്ന് ബാക്കി പാഴ്സലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലെൻസ് കാർട്ടിൽ പോയി ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കുകയാണ്. ലെൻസ് കാർട്ടിൽ പോകുമ്പം ഒരാൾക്ക് സൺഗ്ലാസ് എടുത്താൽ മറ്റാൾക്ക് ഫ്രീ കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ മെമ്പർഷിപ്പും ഉണ്ട്. അപ്പോൾ രണ്ടാളും കുറച്ച് ദിവസമായി പുതിയ പറഞ്ഞു നടക്കണം. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. മറ്റേ സാധനം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇല്ലേ ഒരു മാസമായി തുടങ്ങിയിട്ട് ലെൻസ് കാട്ട് പറഞ്ഞിട്ട്. ബർത്ത്ഡേ കൂടെ ഉണ്ടായി. ഓക്കെ, സൺഗ്ലാസ് കിട്ടി. സൺഗ്ലാസ് ഹാദിന്റെ വക സൺഗ്ലാസ് അളിയനും കിട്ടി. പിന്നെ നേരെ പോയത് സ്റ്റുഡിയോക്കാണ്. എന്തായാലും 2 ദിവസം കൊണ്ട് എന്തെങ്കിലും ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും വാങ്ങിക്കോന്ന് പൈസ തന്നിക്കണേ, എന്നാൽ പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ അവിടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വേറെ ഒരു ഫ്രണ്ട് അർഷു ഒരു സാധനം കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയില്ല ഇനി ആ സാധനം വരുന്ന കാര്യം. അങ്ങനെ അത് ഷായിനും എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അർഷുവിൻ്റെ ഫ്രണ്ട് ഷായും പോയി മേടിച്ചു കൊണ്ടുവന്നു. ഒരു കേക്കാണ് ആക്ച്വലി. റിവ്യൂ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. അങ്ങനെ ഈവനിങ് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പ്രത്യേക പാഴ്സൽ കിട്ടിയിരിക്കുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ്. സോ ആക്ച്വലി മൈ വെരി 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 അടിപൊളി ഫ്രണ്ട് ആയിരിക്കില്ല അർഷു. അയ്യോ ഓന്റെ എന്താ കൂട്ടുകാരന്മാര് പറഞ്ഞ മാക്സ് അർഷു. ഓ മാക്സ് അർഷു എന്നാണ് പറഞ്ഞത്. ഓ മാക്സ് അർഷുവിന്റെ ഹി സ്റ്റാർട്ടഡ് സംതിങ് ന്യൂ ലൈക്ക് എ പേസ്ട്രി ബ്രാൻഡ്. സോ എനിക്ക് കസ്റ്റം ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു പേസ്ട്രി. സ്പെഷ്യൽ മെയ്ഡ് ഫോർ യു. എന്ത് കിട്ടിയ ഞാൻ ജംഗ്ഷനിലാണ്. എന്നോട് എന്തായാലും പറഞ്ഞിരിക്കും, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഓൾ ദ വേ ഫ്രം വളാഞ്ചേരി കഴിഞ്ഞിട്ട് എവിടെ ഉള്ളൊരു അത് എന്റെ കയ്യിലാണുള്ളത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു ട്രൈ. എന്റെ കൂടെ ഇത് ട്രൈ ചെയ്യാൻ എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഇവനെ എങ്ങനെ ഈ കറക്റ്റ് ടൈമിൽ എത്തിക്കിട്ടണമെന്ന് എനിക്കറിയാം. എല്ലാണ്ട് ഉണ്ട് ഇതിന്. എന്റെ വീട്ടിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും കറക്റ്റ് ടൈമില് മൊത്തം എങ്ങനെ ഞാൻ കൊന്നിട്ടാണെങ്കിലും വണ്ടി എവിടെയായിരുന്നു സൈഡാകട്ടെ പോയിന്റ്. വണ്ടി ഓടിക്കുമ്പോ ബുദ്ധിമുട്ടാണ്. ഒരു കോഫി ബേസ്ഡ് ആയിട്ടുള്ള സാധനം. ലവ്സ് കോഫി അല്ലേ? ലൈക്ക് ഓവർ മധുരമൊന്നുമില്ല, പക്ഷെ കഴിച്ചോണ്ടേ ഇരിക്കാൻ മധുരം അല്ലേ? ബാക്കി ലേക്ക് വെക്കാൻ മെൽറ്റായി പോണു. എനിക്ക് പറയാൻ കിട്ടണില്ല ഇത് പറയാന്ന്. പക്ഷെ മെൽറ്റായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു പോണതാണ്. ഭയങ്കര കൊള്ളാം. സോ ഗുഡ്. ഇങ്ങനെ കുടിക്കണ പോലെ നമുക്ക് കഴിക്കാം. നല്ല ഓവർ മധുരം ഒന്നും പറയാനില്ല. ഗുഡ് 10 out of 10 അല്ലേ? And the packaging is very nice.
ഇതോടുകൂടി എന്റെ ബർത്ത്ഡേ ബ്ലോഗ് തീർന്നിരിക്കുന്നു. സന്തോഷമായി. ഒരു കൊറിയർ വാങ്ങാണ്. ഷൈൻസ് പറഞ്ഞ ഗിഫ്റ്റ് ആണ്. ബട്ട് അതിനൊന്ന് കൊളാബറേറ്റ് ഗിഫ്റ്റ് ആണ്. ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലാട്ടോ. ഇവൾക്ക് എക്സ് ഉണ്ടാവാനുള്ള സമയമൊന്നും കൊടുത്തിട്ടില്ല. എന്തൊക്കെ പറയുന്നത്? എനിക്ക് തോന്നണു അത് ഗിഫ്റ്റ് ആയിരിക്കും. എന്തോ ഡ്രസ് ബാക്കി വെക്കണീ. കുറച്ച് തിന്നണം. നേരം വൈകിക്കണം. അതാണ് വേറെ ലിയക്ക് കൊടുക്കാറ്. മറ്റേ കേക്ക് എടുത്ത് നന്നായി. ഞങ്ങൾക്ക് പരാതിയില്ല. എല്ലാരും അത് ട്രൈ ചെയ്യാം. ഐ ഡോണ്ട് നോ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് അവൈലബിൾ ആവാന്ന് എനിക്കറിയില്ല. ബട്ട് എപ്പോൾ അവൈലബിൾ ആവാന്ന് ഞാൻ തന്നെ എന്റെ ബ്ലോഗിലൂടെ പറഞ്ഞുതരാം. ബിക്കോസ് എന്തായാലും ട്രൈ ചെയ്യണം അല്ലേ? മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും ഇഷ്ടം. ഫ്ലോപ്പ് അല്ല എന്തായാലും പറ്റുമല്ലേ? എന്തേലും പേരെന്തേലും മേ ബി ഇതിന് വേറെ എന്തെങ്കിലും നെയിം ഉണ്ടാവുമായിരിക്കും. ഈ ഒരു സ്പെഷ്യൽ സാധനത്തിന് ഇത് എനിക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് തന്നതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. കറക്റ്റ് അത് മാർക്കറ്റിൽ ഇറങ്ങുമ്പോ ഐ ലെറ്റ് യു ഗൈസ് നോ. സാറ എനിക്ക് ഗിഫ്റ്റ് തരാനുള്ളവർക്ക് എനിക്ക് തോന്നുന്നു. കനവാക്കാൻ പറ്റില്ലല്ലോ. ഡ്രസ് ഇഷ്ടായോ? ആന്നൊക്കെ മുഖത്തിൽ നട്ട ഇഷ്ടം കാണില്ല. ഗൈസ് ഇതെന്റെ പുതിയ കണ്ണട. അപ്പൊ അതിന്റെ പേജ് കയറി നോക്ക്. എനിക്കറിയാം പക്ഷെ പറഞ്ഞു തരില്ല. സീരിയസ്ലി ഐ നോ. ചങ്ങായി ചാമ്പാട്ടിനെ അടുത്തിരുന്നാണ്ട് പറഞ്ഞതാ അറിയാൻ പോവാണ്. ആരായിരിക്കും എനിക്കറിയില്ല. എന്നാലും ഒരാളെ ഗസ് ചെയ്യും. കിട്ടണില്ല. നോ നോക്കട്ടെ. ഒരു വളയും കൂടി ഉണ്ടായല്ലോ. ആളെ കിട്ടിയില്ല. നിങ്ങൾ ഓർഡർ ചെയ്തപ്പോ അൽത്തു ഓർഡർ ചെയ്താ. അവന് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇത് കൊടുക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ടാവൂല. ഞാൻ പെർഫ്യൂം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ പെർഫ്യൂം മാത്രമേ ഉള്ളൂ കേട്ടിരിക്കുന്നുണ്ടാവും പറയുന്നുണ്ട്. എനിക്കും തന്നെ കണ്ടപ്പോ നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ട് ഡ്രസ്. അൽത്തുവാ ഏതാ കിട്ടി ചോദിച്ചില്ലേ? അറിഞ്ഞോണ്ടാണ് അത് കൊളാബില്ല അത് അതിന്റെന്ന് പറയണേ. എനിക്കറിയാലോ ഓൾറെഡി. അപ്പൊ ഞാൻ അങ്ങനെ പറയുമല്ലോ. ആദ്യമായിട്ടായിരിക്കും എന്റെ എല്ലാ ഗിഫ്റ്റും ഷൈൻസ് അറിയുന്നത്. എല്ലാ ഫ്രണ്ട്സും അല്ലെങ്കിൽ എന്റെ എല്ലാ ഫ്രണ്ട്സും നേരെ സൗബുനെ പൊന്നൂനെ ഒക്കെയാണ് കോണ്ടാക്ട് ചെയ്യാം. ഷാഹിന് പോലും ഓരോണ് കോണ്ടാക്ട് ചെയ്യാം. സത്യം. ഇപ്പൊ നേരെ തിരിഞ്ഞു ഉൾട്ട തിരിഞ്ഞു. ഇപ്പൊ എല്ലാരും ഷാഹിന്റെ അടുത്ത് ഞാൻ എന്നെ ഏൽപ്പിക്കരുത്. എല്ലാം ഞാൻ മുക്കും. പെർഫ്യൂം ഒക്കെ ഞാൻ മുക്കണ്ടത്. പിന്നെ തരണല്ലോ ആലോചിച്ചിട്ടാണ് കൊടുക്കൂലേ ചെയ്യാം. നമ്മള് നോർമലി എപ്പോഴും എനിക്ക് പെർഫ്യൂമും ഞാൻ എനിക്ക് ഷർട്ടും അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇത്. പക്ഷെ തിരിഞ്ഞു അൽത്തുനെ ഗസ് ചെയ്യാത്ത എനിക്ക് ഗിഫ്റ്റ് ആയിരുന്നു പറഞ്ഞാല് ഷാഹിന് ഫസ്റ്റ്, ഷെഫിക്ക, അർഷു, ഉമ്മച്ചി, പച്ചിപ്പിന്, അത് പിന്നെ അൽത്തു. അത്രേ ഉള്ളൂ. ലൈക്ക് സ്ഥിരം ഗിഫ്റ്റേഴ്സ്.
പക്ഷെ ആദ്യം അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ അവർ ബർത്ത്ഡേ വ്ലോഗ്. ബൈ. മരി ഒരു പോയിരിക്കട്ടെ. പോട്ടെ. കുത്തിക്കഴപ്പ് എന്ന് കേട്ടിക്കണം. അതാണ് ഞങ്ങള് രണ്ടാളും. ഇന്നലെ ഒരു പെർഫ്യൂം ഞാൻ സ്മെല് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് വാങ്ങാതെ പോയിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്ന വഴിക്ക് മസ്ക് കയറി 2000 പെട്രോൾ അടിക്കുകയാണ് ഗൈസ്. നിന്റെ വീട്ടിലോട്ടോ വെക്ക ഇത് എവിടെ വെച്ചാലും ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോകില്ലേ? അടിപൊളി നായാട്ടാവും. സ്മെല്ല് നല്ല സ്മെല്ല് കുറച്ച് നേരം കഴിയണം. എനിക്ക് അതാണ് ഇന്നലെ പറ്റിപ്പോയി. ഞാൻ അടിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ പോണ ബൈക്ക് പിന്നെ ഇതിൻ്റെ സ്മെല്ല് മാത്രം ഞാൻ തിരിച്ച് പോകാനാണെങ്കിൽ എനിക്ക് സമയമല്ല. അങ്ങനെയാണ് ലാസ്റ്റ് അപ്പൊ ശരിക്കും ബൈ. ഏതോ ബ്രാൻഡ് ആണോ? Ahmad's perfume. It's not from Ahmad al-Mahdi, right? I think so. It's Ahmad al-Mahdi. Okay, it's actually Ahmad al-Mahdi perfume ആണ്. Very nice. അപ്പൊ I think നല്ല long lasting ആയിരിക്കും. അതല്ല നല്ല ഒന്നും നോക്കിയിട്ടില്ല, വാങ്ങി പോകുന്നു. Okay, bye bye. One eternity later. വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടില്ല അതിന് മുന്നേ. ഗൈസ് നമ്മൾ അവസാനത്തെ ഗിഫ്റ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബർത്ത്ഡേ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ അയാൾ കള്ളത് ഇതിനോട് ഇറങ്ങിക്കേറണേ. ഓളൊപ്പം വരാ പറഞ്ഞേ. ഒപ്പം വരാനെന്ന് ഓള് ഞാൻ അപ്പൊ പിന്നെ പിന്നെന്താ എല്ലാം കഴിഞ്ഞ് सैलाब जो मेरे